ഞാൻ ചോദിക്കുന്നത്, ഈ ആത്മീയ അധികാരം മാത്രമേ ഉള്ളൂ, ഭൗതികമായിട്ടോ ഭരണപരമായിട്ടോ പാത്രിയർക്കീസിന് അധികാരം ഭരണഘടന നൽകുന്നില്ലെന്നാണ് ഇന്നലെ വന്ന് അവർ പറഞ്ഞത്. അപ്പോ ആത്മീയ അധികാരം അല്ലാതെ ഭരണപരമായിട്ടും മറ്റ് തരത്തിലും ഉള്ള പാത്രിയർക്കീസിന്റെ അധികാരത്തെ പറ്റി എന്താണ് ഇതിനകത്ത് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, ഒരു ക്രൈസ്തവ സമൂഹത്തിന്റെ ഭരണഘടന നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അത് ഇച്ചിരി ബിബ്ലിക്കലൂടെയാണ്. യോഹന്നാനൊക്കെ സുവിശേഷം എഴുതി അവസാനിപ്പിക്കുന്നത് പത്രോസേ നീ എൻ്റെ ആടുകളെ നോക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. ആ ഇടയനും ആടുകളും തമ്മിലുള്ള ബന്ധമാണ് ഇതിന്റെ അടിസ്ഥാനപരമായ ഘടകം. ആടുകൾക്ക് ഇടയനെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. ഇവിടെ വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം, ഈ ആടുകളുടെ ഇടയിൽ ചില ചെന്നായ്ക്കളുടെ ആടുകളുടെ വേഷം കെട്ടി ഇതിനകത്ത് നിൽക്കുകയും ആ ഇടയനെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ പരിശുദ്ധ പാത്രികീസ് ബാവ സഭയുടെ മുഖ്യ ഇടയനാണ്, സുപ്രീം അതോറിറ്റിയാണ്. അതിനെ സംബന്ധിച്ച് കോടതികൾ എന്താണ് ഇന്ന് വാലിഡ് ആയിട്ട് കോടതികൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. കോട്ടയം ജില്ലാ കോടതി CMA 31 2020 ഒരു ജഡ്ജ്മെന്റ് ഇറക്കി. അതിനു മുമ്പ് തന്നെ ജില്ലാ കോടതി വേറൊരു ഓർഡർ ഇറക്കിയിട്ടുണ്ട്. ഹോളി പാട്രിയാർക്ക് ഈസ് ദി സുപ്രീം അതോറിറ്റി ഓഫ് ക്നാനായ കമ്മ്യൂണിറ്റി. അത് കഴിഞ്ഞിട്ടാണ് CMA 2020 ഇറങ്ങിയ പാര 31 പറഞ്ഞിരിക്കുന്നത്, അപ്പീൽ ഈസ് വിത്ത് ദി പാട്രിയാർക്ക് against the administrative and spiritual decision taken by the metropolitan. Prima facie, it cannot held that the metropolitan got supremacy over the patriarch in administrative matters. മെത്രാപ്പോലിത്തായ്ക്ക് അഡ്മിനിസ്ട്രേറ്റീവ് മാറ്ററിൽ സുപ്രീമസി ഇല്ല എന്ന് ആമുഖമായിട്ട് തന്നെ പറയേണ്ടി വരും. അതിന് സുപ്രീമസി ഉള്ളത് പാത്രികീസ് ബാവയ്ക്കാണ്. ഇതാണ് ഈ CMAക്കകത്ത് 2020 ഗോപകുമാറിന്റെ ജഡ്ജ്മെന്റിനകത്ത് ഇറങ്ങിയത്. ഇതിനെതിരെ ഹൈക്കോടതിയിൽ ഒരു അപ്പീൽ പോയി. അപ്പീൽ പോയപ്പോൾ അപ്പീൽ തള്ളി. അതായത് ജില്ലാ കോടതിയിൽ നമ്മളിപ്പോൾ ഈ താഴെ നിന്നുകൊണ്ട് കുറെ കേസുകളുടെ ഓരോ പോയിന്റുകളെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ബാധിച്ചിട്ട് കാര്യമില്ല. ഇറ്റ് ഈസ് ഓൾറെഡി കെയിം അപ്പ് ബിഫോർ ദി കോർട്ട്. അപ്പൊ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് പാത്രികീസ് ബാവയുടെ മുകളിൽ ഒരു ശക്തിയുമില്ല. നോബഡി ക്യാൻ ഡിഫേ ദി അതോറിറ്റി ഓഫ് ഹോളി പാട്രിയാർക്ക്. മെട്രോപൊളിറ്റൻ ഈ പാര 30 പറഞ്ഞിരിക്കുന്നത്, 30-31 പറഞ്ഞിരിക്കുന്നത്. മെത്രാപോലിത്തനോ മേഖല മെത്രാപോലിത്തന്മാർക്കോ അല്ലെങ്കിൽ ക്നാനായ അസോസിയേഷനോ പരിശുദ്ധ പാത്രികീസ് ബാവ ഇറക്കുന്ന ഏതെങ്കിലും ഒരു കൽപ്പനയോ ഡയറക്റ്റീവ്സിനോ ഡിഫേ ചെയ്യുവാൻ, ഒന്ന് ചൊറിയുവാൻ പോലും അധികാരമില്ല. പ്രിമാ ഫേസി ഇത് തെളിയും. ഈ ഓർഡർ ഇങ്ങനെ 2 ഓർഡറാണ് ജില്ലാ കോടതി ഇറക്കി. ഈ ജില്ലാ കോടതിയുടെ 2 ഓർഡറുകൾക്കെതിരെ ഹൈക്കോടതി പോയി. ഹൈക്കോടതി പോയപ്പോൾ ജില്ലാ കോടതിയുടെ ഈ ജഡ്ജ്മെന്റ് ശരിവെച്ചുകൊണ്ട് അവരുടെ അപ്പീൽ തള്ളി. അതിനെ അവർ സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി പോയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഞങ്ങൾ ഈ വിഷയത്തിനകത്ത് ഇടപെടുന്നില്ല. അതിന്റെ സ്യൂട്ട് താഴെ കിടപ്പുണ്ട്. അപ്പോ നിയമാനുസൃതമായി ഇന്ത്യൻ ജുഡീഷ്യറി അംഗീകരിച്ച രീതിയിൽ പരിശുദ്ധ പാത്രികീസ് ബാവയ്ക്ക് ക്നാനായ സമുദായത്തിന്റെ മേൽ സുപ്രീം അതോറിറ്റി ഉണ്ടെന്നുള്ളത് വിവിധ കോടതികൾ ശരിവെച്ചിരിക്കുന്ന കാര്യമാണ്. രണ്ടാമത്തെ, ഭരണഘടനയിൽ എന്താ പറഞ്ഞത്? പ്രധാനപ്പെട്ട 1-2 പോയിന്റുകൾ നോക്കേണ്ടതായിട്ടുണ്ട്. 84(2) ക്നാനായ സമുദായത്തിന് എല്ലാ വെർഷനിലും 2003 2013 ഈ പറഞ്ഞിരിക്കുന്ന 1952 എല്ലാ ഭരണഘടനയ്ക്കകത്തും പറയുന്നുണ്ട്, വിശ്വാസപരമായോ ഭരണപരമായോ ഉള്ള കാര്യങ്ങളിൽ മെത്രാപ്പോലിത്താമയുടെ തീരുമാനത്തിൽ സങ്കടമുള്ള കക്ഷിക്ക് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ അപ്പീൽ ബോധിപ്പിക്കാവുന്നതാണ്. ദാറ്റ് ഈസ് ദി അഡ്മിനിസ്ട്രേറ്റീവ് പവർ. അപ്പൊ മെത്രാപ്പോലിത്തയുടെ ജില്ലാ കോടതിയുടെ മുകളിലാണ് സുപ്രീം കോടതി ഹൈക്കോടതി ഇരിക്കുന്നത്. അപ്പോ ഈ മെത്രാപ്പോലിത്തയുടെ അഡ്മിനിസ്ട്രേറ്റീവ് അധികാരത്തിന്റെ മുകളിലാണ് സുപ്രീം കോടതി പാത്രികീസ് ബാവ ഇരിക്കുന്നത്. അദ്ദേഹം ഇറക്കുന്ന ഏതൊരു കൽപ്പനകളെയും ഏതൊരു തീരുമാനങ്ങളെയും ചോദ്യം ചെയ്യാനോ അതിനെ റദ്ദ് ചെയ്യുവാനോ പരിശുദ്ധ പാത്രികീസ് ബാവയ്ക്ക് അധികാരമുണ്ട്. വീണ്ടും ഭരണഘടനയിൽ തന്നെ പറയും 98A താഴെ വിവരിക്കുന്ന കാര്യങ്ങളിൽ ഒഴിച്ചുള്ളവ അസോസിയേഷനിൽ ആലോചനാ വിഷയമാക്കാവുന്നതാണ്. അതായത് അസോസിയേഷനെ നിരോധിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനവും ഭദ്രാസന ഇടവകയും തമ്മിലുള്ള ബന്ധത്തെ നിയന്ത്രിക്കുന്ന ഒരു തീരുമാനങ്ങളും ക്നാനായ അസോസിയേഷന് തീരുമാനിക്കാനായിട്ട് സാധിക്കത്തില്ല. ബിക്കോസ് ഹോളി പാട്രിയാർക്ക് ഈസ് ദി പവർ. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും സാധ്യമല്ല. അത് തന്നെയുമല്ല, ഈ മെത്രാപ്പോലിത്തയെ സംബന്ധിച്ച് 83C എന്നൊരു വകുപ്പ് കിടപ്പുണ്ട്. അതും പ്രകാരം ക്നാനായ അസോസിയേഷൻ കൂടി ഒരാളെ തെരഞ്ഞെടുത്തു. ഈ പറഞ്ഞ 55% 75% വോട്ടിട്ട് ഒരാളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. തെരഞ്ഞെടുത്താൽ ഒരു കാര്യമില്ല, അവർക്ക് അംഗീകാരം കൊടുക്കണം. 83C എന്ന് വായിച്ചാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളിന് സിംഹാസനം അംഗീകാരം കൊടുക്കുന്ന മുറയ്ക്ക് അപ്പൊ സിംഹാസനം അവരെ അംഗീകരിക്കണം. അല്ല അസോസിയേഷൻ ഒരാളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അങ്ങനെ മെത്രാപ്പോലിത്ത ആകത്തില്ല. സിംഹാസനം അയാളെ അംഗീകരിക്കണം. സിംഹാസനത്തിന്റെ കൂട്ടത്തിൽ നേരത്തെ പോന്ന് താമസിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ സുറിയാനി പാണ്ഡിത്യവും അദ്ദേഹത്തിന്റെ വിശ്വാസവും അദ്ദേഹത്തിന്റെ ഡിസിപ്ലിനും ഒക്കെ സിംഹാസനം പരിശോധിക്കും. അങ്ങനെ അംഗീകാരം കൊടുക്കുന്ന മുറയ്ക്ക് അന്ത്യോക്യ പാത്രികീസിനാൽ മെത്രാപ്പോലിത്തയോ സഹായ മെത്രാപ്പോലിത്തയോ
കാനോനികമായി വാഴിക്കണം. അപ്പൊ കാനോനികമായി വാഴിക്കുന്നതിന് കാനോൻ അനുസരിച്ചാണ് വാഴിക്കുന്നത്. ചുമ്മാ അങ്ങോട്ട് കൈവച്ചാൽ പോരാ. ഒരു കൈവെപ്പെന്നും പറഞ്ഞ് ജില്ലാ ജഡ്ജി എഴുതിയോണ്ടാണ് സുപ്രീം കോടതി ആ ഓർഡർ മുഴുവൻ ഇപ്പൊ സെറ്റ് സൈഡ് കളഞ്ഞു വെച്ചിരിക്കുന്നത്. ഇപ്പൊ കാനോനികമായി വാഴിക്കുന്നതിന് കാനോൻ അനുസരിച്ച്, ഒരു കാനോൻ എന്ന് പറയുമ്പോൾ വിശ്വാസ ആചാരങ്ങളും നിയമസംഹിതകളും എല്ലാം കൂടെ ചേരുന്നതാണ് കാനോൻ. അപ്പൊ അതും പ്രകാരം ശൽമൂസോ എഴുതി കൊടുക്കണം. അങ്ങയുടെ വിശ്വാസത്തിൽ നിന്ന് ഞാൻ മാറിയാൽ, അങ്ങയുടെ കൽപ്പനകളെ ഞാൻ ലംഘിച്ചാൽ ഞാൻ സ്വയം ഉരിയപ്പെട്ടവനാവും. അങ്ങനെ ഇവിടുന്ന് അന്നത്തെ കാലത്ത് 200 രൂപ, ഞാൻ സ്റ്റാമ്പ് പേപ്പർ കൊണ്ടുപോയി കൊടുത്തു. 200 രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ അവിടെ കൊണ്ടുപോയി അതിനകത്ത് ടൈപ്പ് ചെയ്ത് കാനോനികമായിട്ട് അത് എഴുതി കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞിട്ട് പരിശുദ്ധ പാത്രിക്കീസ് ബാവ ഇത് മെത്രാപ്പൊലീത്തയോട് വാഴിക്കണം. വാഴിച്ചു കഴിഞ്ഞാൽ മാത്രം പോരാ, കാനോനികമായി വാഴിക്കപ്പെട്ട് നിയമിക്കപ്പെടേണ്ടതാകുന്നു, അപ്പോയിന്റ് ചെയ്യപ്പെടേണ്ടതാകുന്നു. 3 പ്രോസസ്സാണ് നടക്കുന്നത്. 1, പാത്രിക്കീസ് ബാവ അംഗീകരിക്കണം. 2, പാത്രിക്കീസ് ബാവ കാനോനികമായി വാഴിക്കണം. 3, പാത്രിക്കീസ് ബാവയാൽ നിയമിക്കപ്പെടണം. ഒരാളാൽ നിയമിക്കപ്പെട്ട ഏതൊരു വ്യക്തിക്കും ആ നിയമിച്ച ആളിന്, നിയമിക്കപ്പെട്ടവനെ സസ്പെൻഡ് ചെയ്യാം, അവനെ ആ ജോലിയിൽ നിന്ന് വിടർത്താം. പാത്രിക്കീസ് ബാവയാൽ നിയമിക്കപ്പെട്ട ആളാണ് അദ്ദേഹം. അടുത്ത ബാവയുടെ സുപ്രമസിയെ കുറിച്ച് ഞാൻ പറഞ്ഞു. 97 മെത്രാപ്പൊലിത്തായെ സഹായിക്കുന്നതിന് മലങ്കര സുറിയാനി ക്നാന അസോസിയേഷൻ എന്നൊരു സംഘം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ ഈ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ അസോസിയേഷൻ ട്രസ്റ്റി ആയിട്ട് 2 തവണ ഇരുന്ന ആൾ. എന്താ അസോസിയേഷൻ? അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു സംഘമാണ് മെത്രാപ്പൊലിത്തായെ സഹായിക്കുന്നത്. മെത്രാപ്പൊലിത്തായെ അസിസ്റ്റ് ചെയ്യാന്നൊരു ജോലി മാത്രമേ അവർക്കുള്ളൂ. അത് അദ്ദേഹത്തിന് സ്വീകരിക്കാം, അദ്ദേഹത്തിന് സ്വീകരിക്കാതിരിക്കാം.